ആദിലയുടെ ഒരു ഡബിൾ സ്റ്റാൻഡിന് ഇവിടെ തുറന്ന് കാണിച്ചിട്ടിരിക്കുകയാണ് നമ്മുടെ അനുമോള്. അതായത് നെവിൻ ഇപ്പം ഭയങ്കരമായിട്ടൊരു ഡിസ്റ്റർബൻസ് ആൻഡ് ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആര്യൻ്റെയും അനുമോളുടെയും അതേപോലെ നമ്മുടെ സാബുമാൻ്റെയും ഒരു ക്യാപ്റ്റൻസി ടാസ്ക് മത്സരത്തിൻ്റെ ഇടയിൽ ഭയങ്കരമായിട്ടൊരു ഡിസ്ട്രാക്ഷൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് കയറി ഭയങ്കര ഒരു ബഹളം വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര ഇറിറ്റേറ്റഡ് ആവുന്നുണ്ട് അനുമോൾക്കത്. അനുമോളെ സംബന്ധിച്ച് അനുമോൾക്കത് പിടിച്ച് നിൽക്കാൻ പറ്റുന്നൊരു ഗെയിമാണ്. വേറെ ഫിസിക്കൽ ടാസ്ക് ഒന്നുമല്ല. എത്ര നേരം വേണമെങ്കിലും പിടിച്ച് നിൽക്കാം, കുറച്ച് കപ്പാസിറ്റി ഉണ്ട്. പക്ഷേ ആര്യനും മറ്റേ നമ്മുടെ സാബുമോനും ഒക്കെ ഒരു ഇച്ചിരി ഒന്ന് വിയർത്ത് തുടങ്ങിയിട്ടുണ്ട്. എങ്കിലും ആര് ജയിക്കുമെന്ന് നമുക്കറിയത്തില്ല. പക്ഷേ ഈ ഒരു ഗെയിമിനെ തകർക്കാൻ വേണ്ടിയാണ് നെവിൻ ഇവിടെ വന്ന് കിടക്കുന്നത്. അപ്പം ആദില ആസ് എ ക്യാപ്റ്റൻ ഇതിനകത്ത് ഇടപെട്ട് നെവിനെ എഴുന്നേൽപ്പിക്കേണ്ട ജോലി ആദിലയ്ക്കുണ്ട്. പക്ഷേ അനീഷിൻ്റെ അടുത്തോ അതേപോലെ നൂറയുടെ അടുത്തോ നമ്മുടെ അനുമോളുടെ അടുത്തോ പറയുന്ന രീതിയിൽ ആദില നെവിൻ്റെ അടുത്ത് സംസാരിക്കുന്നില്ല. അനുമോൾ അത് വ്യക്തമായിട്ട് തന്നെ പറയുന്നുണ്ട്. നീ എന്തുകൊണ്ട് നെവിൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിക്കുന്നില്ല? നീ എന്തുകൊണ്ട് ആസ് എ ക്യാപ്റ്റൻ നെവിനെ ഇവിടെ ശക്തമായി വിളിച്ചെഴുന്നേൽപ്പിച്ചുകൊണ്ട് പോകുന്നില്ല? ഇതിപ്പോൾ ഞാൻ അനീഷേട്ടൻ ചെയ്തിരുന്നെങ്കിൽ നീ ഇങ്ങനെയാണോ സംസാരിക്കുക? അതേപോലെ ഞാനോ നൂറയോ ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ, ഞാൻ ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ നീ എന്നെ ഇങ്ങനെയാണോ വന്ന് വിളിക്കുന്നത്? നെവിൻ്റെ അടുത്ത് നീ എന്തിനാണ് ഇങ്ങനെ തൊട്ട് തലോടി സംസാരിക്കുന്നത്? അതേപോലെയാണ് നെവിൻ്റെ അടുത്ത് വന്നിട്ട് ആദില ഭയങ്കര ക്യൂട്ടായിട്ട് ഭയങ്കര സ്നേഹത്തോടെ നെവിനെ വാടാ എഴുന്നേക്കട എന്നുള്ള രീതിയിലൊക്കെ. ആർക്ക് കണ്ടാലും നല്ല രീതിക്ക് ദേഷ്യം വരും. ആദിലയ്ക്ക് തിരിച്ച് പറയാൻ പറ്റും എന്നുള്ള ആൾക്കാരെടുത്ത് ആദിലയ്ക്ക് വായി തോന്നുന്നത് പറയുകയും അതിലേക്ക് പറയാൻ പറ്റാത്ത ചില ആൾക്കാരെടുത്ത് ആദില വളരെ നയപരമായിട്ടും വളരെ ഭയങ്കര തൊട്ട് തലോടിയാണ് നെവിൻ്റെ അടുത്ത് സംസാരിച്ചിരിക്കുന്നത്. അനുമോൾ പറയുന്നുണ്ട് നിനക്ക് അവനെ പേടിയാണ്, നിനക്ക് അവനെ പേടിയായതുകൊണ്ടാണ് നീ സംസാരിക്കുന്നത്. അപ്പോൾ അതിൽ പറയുന്നുണ്ട് നിനക്ക് കോഫി വേണ്ടേ, നീ എഴുന്നേറ്റ് വാ. പറയാം എനിക്ക് കോഫി ഒന്നും വേണ്ട, എനിക്ക് ഇവിടെ നിന്ന് പുറത്ത് പോയാലും എനിക്കതൊക്കെ കിട്ടും. ഇവിടെ കുടിക്കാൻ വേണ്ടിയല്ലല്ലോ ഇങ്ങോട്ട് വന്ന് ഗെയിം കളിക്കാൻ വേണ്ടിയല്ലേ, എനിക്കത് വേണ്ടാന്ന് പറയുന്നുണ്ട്. അത് കോഫി ചായ എന്നൊക്കെ കേൾക്കുമ്പോൾ നെവിൻ എഴുന്നേറ്റ് പോകുന്നുണ്ട് ആദിലയുടെ കൂടെ. അപ്പം നെവിൻ വേറൊരു കാര്യം പറയുന്നുണ്ട്, അതിൽ നീ നിൻ്റെ ഡ്യൂട്ടി ചെയ്തു, പക്ഷേ നീ പറയുന്നത് കേൾക്കണോ വേണ്ടെന്നുള്ളത് എൻ്റെ തീരുമാനമാണെന്നൊക്കെ നെവിനും പറയുന്നുണ്ട്. പക്ഷേ അതിൽ ഇങ്ങനെയല്ല സംസാരിക്കേണ്ടിയിരുന്നതെന്ന് വളരെ വിസിബിളാണ്.